വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ശാലിനി ശാരികയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് രാജീവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അന്നേരമാണെങ്കിൽ ഈ സന്തോഷ വാർത്ത നീ പതിയെ വിളിച്ചറിയിച്ചാൽ മതി. അപ്പോഴത്തേക്കും അവൻ രാജീവാണെങ്കിൽ തിരികെ ശാരികയെ വിളിക്കും. ഇതറിയുമ്പോൾ പിന്നെ ഭർത്താവും സ്നേഹം കാണിക്കും, പ്രകടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ശാരദാം പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാരിക പറയുകയാണ്, അത് സ്നേഹവും കരുതലും ഒക്കെയുള്ള ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നും കിട്ടുന്നതാണ്. രാജീവ് സാറിന് കുറേ നാളായിട്ട് എന്നോട് അങ്ങനെ ഒന്നും എനിക്കതൊന്നും കിട്ടാറില്ല. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ എന്നിങ്ങനെ ശാരീരിക വിഷമത്തോടെ പറയുകയാണ്. അന്നേരവും ശാലിനിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരം ശാരദാം പറയുകയാണ്, നീ പതിയെ സാവകാശം വിളിച്ചറിയിച്ചാൽ മതി. പിന്നെ 2-3 തവണ വിളിച്ചില്ലേ, അപ്പോൾ അതവൻ കാണുമല്ലോ, അപ്പോൾ സമയം കിട്ടുമ്പോൾ തിരിച്ചു വിളിക്കും എന്നൊക്കെ ഇങ്ങനെ ശാരദാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ വണ്ടിയുമായിട്ട് വരുന്നതും ഇങ്ങനെ നീട്ടി ഹോൺ അടിക്കുന്നതും ഒക്കെ. വിഷ്ണു ആണെങ്കിൽ ഹോൺ ഇങ്ങനെ നീട്ടി അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി പറയുന്നുണ്ട്, എനിക്ക് പോകാനുള്ള വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തിന്നാനായിട്ട് തോന്നുന്നുണ്ടോ, പച്ചമാങ്ങയോ മസാല ദോശ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൊടി എവിടെ നിന്നെന്ന് പറഞ്ഞിട്ട് ശാരിക ചിരിക്കുകയാണ്. അന്നേരം എന്തായാലും എനിക്ക് സന്തോഷം, എൻ്റെ മോളൊന്ന് ചിരിച്ച് കണ്ടല്ലോ എന്നിങ്ങനെ ശാരദാമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അന്നേരം എന്തായാലും ഞാൻ കണ്ടറിഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ശാരികയുടെ നെറ്റിയിലേക്ക് മുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ശാലിനി ഇറങ്ങി വരികയാണ്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്, മോൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം, അതാണ് നിന്റെ കുഞ്ഞിനുണ്ടാകുന്ന ആരോഗ്യം, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരിക തല ഉലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനി വന്നിട്ട്, അതേ രാമേട്ട നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് ശാലിനി ശ്രദ്ധിക്കുന്നത്. അന്നേരം രാമേട്ട ലീവിലാണല്ലോ എന്ന് പറഞ്ഞിട്ട്, അതെ പുതിയതായിട്ട് വന്ന ആളിൻ്റെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ നേരെ നോക്കുന്നില്ല. അന്നേരം ശാലിനി ഒന്നുകൂടി ഹലോ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തിരിയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. വിഷ്ണുവിനെ ഇങ്ങനെ അടി മുതൽ മുടി വരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം പേര് വിഷ്ണു, പുതിയ അപ്പോയിൻമെൻ്റ് ആണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ വിഷ്ണുവേട്ട ഇതെങ്ങനെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ അല്പം വളഞ്ഞ വഴി, അതുകൊണ്ടാണ് കളക്ടർ അറിയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും വിഷ്ണുവേട്ടൻ പിന്നെ എൻ്റെ ഡ്രൈവറായിട്ട് എൻ്റെ കീഴിൽ വന്ന് ജോലി ചെയ്യുക, അതൊന്നും ശരിയാവില്ല എന്നിങ്ങനെ ശാലിനി പിണക്കം പോലെ പറയുകയാണ്. അന്നേരം അതെന്താ ശരിയാവാത്തത്, ഈ ഡ്രൈവർ എന്ന് പറയുന്നതേ പിന്നെ മോശം പിടിച്ച പണിയൊന്നുമല്ല, ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന് കളക്ടർ മേഡം അല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അന്നേരം മേഡോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ തന്നെക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ പിന്നെ മേഡോ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് മഹാഭാരത യുദ്ധത്തിൽ തന്നെ അർജുനൻ്റെ തേരാളിയായിട്ട് പിന്നെ ആരായിരുന്നു തേരാളിയും ചോദിക്കുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണനല്ലേ, അതുപോലെ ഞാനും അങ്ങ് വന്നു എന്ന് കരുതിയാൽ മതി. അന്നേരം ഞാൻ കളക്ടറേറ്റിൽ പോകുന്ന യുദ്ധത്തിനല്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ പിന്നെ കൂടെയുള്ളവരെ, മേഡത്തിൻ്റെ കൂടെയുള്ളവരെ നോക്കിയാൽ, സഹപ്രവർത്തകരെ നോക്കിയാൽ അതൊരു കുരുക്ഷേത്ര ഭൂമി തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ശാലിനി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് വിഷ്ണുവേട്ടൻ, അപ്പോൾ പിന്നെ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും, ഞാനാണെങ്കിൽ പിന്നിലിരിക്കുന്നത് എൻ്റെ ജീവൻ്റെ പാതിയാണെന്നറിയുമ്പോൾ ഞാൻ സൂക്ഷിച്ചേ കൊണ്ടുപോകത്തുള്ളൂ, അതൊന്നും കൊണ്ട് പേടിക്കേണ്ട, പിന്നെ നാട്ടുകാരുടെ മുന്നിൽ കുറച്ചങ്ങ് അഭിനയിച്ചാൽ മതിയല്ലോ, അഭിനയിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ ഇത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്, വിഷ്ണുവിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ശാലിനി പറയുമ്പോൾ, അതെ ഈ ഭൂമിക്ക് ആകാശത്തിന് താഴെയുള്ള ഭൂമിക്ക് മുകളിലുള്ള എന്തും ഈ വിഷ്ണുവിൻ്റെ കൈകളിൽ ഭദ്രമാണ്, അതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് മേഡം പോവാന്ന് പറയുകയാണ്. അന്നേരവും മേഡം എന്നൊക്കെ പറഞ്ഞ് ശാലിനി നോക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ, വിശ്രമവേളകൾ നമുക്ക് ആനന്ദകരമാക്കാമെന്ന് പറയുമ്പോൾ ചെറിയ മോഹമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഫയലും കൊണ്ട് വിഷ്ണുവിനെ ഇങ്ങനെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് ആദ്യ വിഷമമുണ്ടെങ്കിലും ശാലിനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തുടർന്നാണെങ്കിൽ ശാരദാമ്മ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ വിഷ്ണുവിൻ്റെ വേഷം കണ്ടിട്ട് ശാരദാമ്മ ഇങ്ങനെ അടിമുടി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതെന്താ ഈ വേഷത്തിൽ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ, അത് രാമേട്ടൻ്റെ താൽക്കാലിക ഇതിൽ വിഷ്ണുവേട്ടനാണ് കയറിയിരിക്കുന്നത്, ഞാൻ അറിയാതെയുള്ള നിയമനമാണ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ഇതെങ്ങനെ ശരിയാവും മോനെ, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. നാട്ടുകാരെന്ത് പറയും ചോദിക്കുമ്പോൾ വിഷ്ണു പറയാണ്, നാട്ടുകാർ കൈയടിക്കും, ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യതയുണ്ടെന്ന് പിന്നെ നമ്മുടെ കൂടെ വാനോളം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് കളക്ടർ ശാലിനി വിഷ്ണു എന്നറിയുമ്പോൾ നാട്ടുകാർ കൂടുതൽ കൈയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു അഭിമാനത്തിൽ കൂടുതൽ നാട്ടുകാരുടെ മൊത്തത്തിലൊരു കണ്ണിലുണ്ണിയായിട്ട് കളക്ടർ ശാലിനി വിഷ്ണു മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മയും ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ പ്രസംഗം പോലത്തെയുള്ള സംസാരമൊക്കെ കേട്ടിട്ട്. എന്നിട്ട് പറയുന്നത് ഇപ്പോഴും കണ്ണിലുണ്ണി തന്നെയാണ്, പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ണി കൂടും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു അതൊരു കോമഡി സീൻ പോലെയാണ് കാണിക്കുന്നത്. അന്നേരം ശാലിനിക്കെങ്കിലും ആദ്യം പിണക്കം പോലെ വന്നിട്ട് ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, പിണങ്ങിയാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം
ശാരദാമ്മയും പറയുന്നുണ്ട് ശാലിനി അല്പം ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഈ ഓട്ടത്തിലങ്ങ് ഞാൻ ശരിയാക്കി എടുക്കില്ലേ മേഡത്തിൻ്റെ അമ്മേ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് മേഡത്തിൻ്റെ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ശാലിനി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പിന്നെ കാറിലിരിക്കുന്നത് എൻ്റെ മേഡമാണ്. അപ്പോൾ മേഡത്തിൻ്റെ അമ്മയെ പിന്നെ മേഡത്തിൻ്റെ അമ്മ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മേഡത്തെ ഞാൻ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. പിന്നെ മേഡത്തിൻ്റെ അമ്മയൊന്ന് അനുഗ്രഹിക്കണം, കന്യ ഓട്ടമാണ്, എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ ഇങ്ങനെ അനുഗ്രഹിച്ച് തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം പോട്ടെ മേഡത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കാറ് കയറുന്നുണ്ട്. ശാരദാമ്മയും ശാലിനിയൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷേ ആ ഒരു വിഷ്ണുവിൻ്റെ ഇതിൽ അവർക്ക് ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ അവർ വണ്ടി എടുത്ത് പോവുകയാണ്. പോവാം മാഡം എന്നിങ്ങനെ വിഷ്ണു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഫോഗ് ലാമ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട്. അന്നേരം ശാലിനി പക്ഷേ വളരെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. ശാലിനിക്ക് പിണക്കമൊന്നുമില്ല, സന്തോഷം തന്നെയാണ്. ആ ഒരു സീരിയസ് ആയിട്ട് ശാലിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്നേരം ഈശ്വര രണ്ടുപേരെയും കാത്തോളണേന്ന് ഇങ്ങനെ ശാരദാമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സുബൈറിൻ്റെ വീട്ടിലാണെങ്കിൽ ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും അനൂപും കൂടി എത്തുന്നുണ്ട്. തുടർന്ന് സുബൈർ ഹാളിലിരുന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അച്ഛനെന്ന നിലയിൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് അറിയാനാണ് വന്നത് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ സുബൈർ പറയുന്നുണ്ട്. അവളുടെ ഇഷ്ടത്തിന് ഞാൻ എതിരല്ല, പക്ഷെ അവൾക്കിപ്പോൾ പഠിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് പഠിത്തം കഴിയട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം എന്നിങ്ങനെ ഈ സുബൈർ പറയുകയാണ്. അതിനുശേഷം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. എൻ്റെ പെങ്ങളുടെ മകൻ നസീറുമായിട്ട് ഇവരുടെ നിക്കാഹ് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചതാണ്. പക്ഷേ അവൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഈ വിവാഹം നടക്കാതെ പോയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ഗോപാലകൃഷ്ണൻ്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. നസീർ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആ പറമ്പിലെ ആ കുഴിച്ചിട്ട സ്ഥലമാണെങ്കിൽ ഗോപാലകൃഷ്ണൻ മനസ്സിലൂടെ ആലോചിക്കുന്നുണ്ട്. അന്നേരം അനൂപും നൂർജഹാനെ അപ്പുറത്ത് നിന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുകയാണ് ഇക്ക പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ അനൂപും കൂടി ഒരു അബദ്ധം കാണിച്ചു വെച്ചിട്ടുണ്ട്. അവരിവിടെ നിന്ന് പോയിട്ട് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്താനായിട്ട് സാധിക്കില്ല, വേറൊരാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കാനും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുബൈർ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്, മതപരമായിട്ടല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം. പിന്നെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പേരിനൊരു ചടങ്ങ് നടത്താം എന്നിങ്ങനെയൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അന്നേരവും സുബൈറിനാണെങ്കിൽ മോളെ പഠിപ്പിക്കണം, പഠിത്തം കഴിയട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട് ആലോചിക്കാം, അന്ന് നടത്താം അങ്ങനെ പറയുമ്പോൾ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഇങ്ങനൊരു കാര്യം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ പഠിത്തം കഴിയട്ടെ എന്ന് പറയുമ്പോൾ മകളുടെ ഇഷ്ടപ്രകാരമാണ് ഞാനും ഇനി പോകുന്നത്. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, നമ്മൾ ജീവിച്ച പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിതം എന്നൊക്കെ അവരുടെ ഇഷ്ടം അല്ലേ, അതുകൊണ്ട് അതേപോലെ നടക്കട്ടെ, പക്ഷെ മോൾക്ക് പഠിക്കണം, അത് കഴിയട്ടെ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. സുബൈറിൻ്റെ ആഗ്രഹത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ട്. അത് കേട്ട് നൂറ് അപ്പുറത്ത് നിന്നിട്ട് അനൂപിനോട് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അന്നേരം ഇവരോട് ഗോപാലകൃഷ്ണനോടും ബാലചന്ദ്രനോടും ഞാൻ പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് അനൂപ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം അവർ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ച് തീർപ്പാക്കുന്നുണ്ട്. അന്നേരം പിന്നെ അനൂപാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നൂറിനോട് പറയുന്നുണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ എൻ്റെ വാപ്പച്ചിയുടെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കാണുമ്പോൾ എനിക്കറിയാൻ സന്തോഷം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്, പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, പിന്നെ നീ എന്നെ കാത്തിവിടെ ഉണ്ടാകും എന്നുള്ളത് വാക്ക് തരണം, പക്ഷേ നീ ഇപ്പോൾ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ ഇപ്പോൾ വരാനായിട്ട് എനിക്ക് സാധിക്കില്ല, വാപ്പച്ചി വിട്ടിട്ട് വരാനും സാധിക്കില്ല, പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം അനൂപിനായിട്ട്, എന്നും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നൂറാണെങ്കിൽ ഇങ്ങനെ അനൂപിൻ്റെ കൈപിടിച്ച് വാക്കുന്ന പോലെ പറയുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കൊണ്ട് പോവുകയാണ്. പക്ഷേ ശാലിനി ആകെ ഇങ്ങനെ ഗൗരവത്തിലും ദേഷ്യത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ വിഷ്ണു ആ ഫ്രണ്ട് മിററിൽ കൂടി ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ അങ്ങ് ചിരി വരികയാണ്. തുടർന്ന് കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഡോറ് തുറന്ന് ആദ്യമേ ചാടി ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണു സാറോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനിക്ക് തന്നെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ മതി, ഡോറൊന്നും തുറന്ന് തരണ്ട എന്ന് പറയുകയാണ്. അന്നേരം ശരി മാഡം, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആകെ ദേഷ്യത്തിൽ ശാലിനി അങ്ങ് അകത്തേക്ക് ഇങ്ങനെ ഫയലിങ്ങനെ അനുവിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം അല്ല വിഷ്ണു സാർ എന്താ ഇതിങ്ങനെ, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുന്നുണ്ട്. അന്നേരം ജില്ല ഭരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ അറിഞ്ഞില്ല, പിന്നെയല്ലേ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്നിങ്ങനെ പറയുന്നു. ഇതൊരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള പണിയാണ്, ആരെയും അറിയിച്ചില്ല, കളക്ടർ മേഡം അറിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ ഒപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഇതെങ്ങനെയെന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
എന്നിട്ടും വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എന്താ പന്തം കണ്ട് പെരിച്ചാഴി പോലെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി മാഡം കളക്ടർ മാഡം അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും വിഷ്ണു സാറേ എന്നിങ്ങനെ പിന്നെ അനുപല്ലവി വിളിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് ചതിക്കരുത്, ഇവിടെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്, അപ്പോൾ ഡ്യൂട്ടി സമയത്ത് നോ ഹസ്ബൻഡ് നോ കുടുംബം, അതുകൊണ്ട് അതെൻ്റെ ഒരു പൊസിഷനെ ഓർമ്മിപ്പിക്കാനും വേണ്ടി കൂടിയാണ്, അതുകൊണ്ട് സാറേ എന്ന് വിളിച്ചൊന്നും കുളമാക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് വീണ്ടും അനുപല്ലവി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സിമ്പിൾ അല്ലേ കുട്ടി, എൻ്റെ പേരെന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ അറിയില്ലേ, വിഷ്ണു ആണെങ്കിൽ സകല ചരാചരങ്ങളിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്, അങ്ങനെ ഇപ്പോൾ കളക്ടറേറ്റിലും ഉണ്ടെന്ന് അങ്ങോട്ട് കരുതിയാൽ മതി എന്ന് പറയുമ്പോഴും അനുപല്ലവിയാണെങ്കിൽ അവരറിയാത്ത ആ ഒരു ഇതിൽ വീണ്ടും വിഷ്ണുവോട് അങ്ങ് സംസാരിക്കുകയാണ്. പിന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല, ഞാനാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇനി ചായ വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങോട്ട് എന്തെങ്കിലും പോവുകയോ വരിക എന്തെങ്കിലും വേണോ ചോദിക്കുകയാണ്. അന്നേരം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ വണ്ടി ഓടിച്ചാൽ മാത്രം മതി, മാഡം വരുമ്പോൾ മാഡം ഇറങ്ങാറാകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും, അപ്പോഴത്തെ വണ്ടി ഇവിടെ ഫ്രണ്ട് കൊണ്ടുവന്നിടണം, പിന്നെ മാഡത്തെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏറ്റവും എന്ന് പറയുകയാണ്. പിന്നെ എന്നെ വഴക്ക് കേൾപ്പിക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതും ഏറ്റവും എന്ന് പറയുമ്പോൾ അനുപല്ലവി എന്ത് ചോദിക്കുകയാണ്, എന്നല്ല വഴക്ക് കേൾപ്പിക്കില്ല, അത് ഏറ്റു എന്നാണിങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. ഇതേസമയം ചേംബറിലേക്ക് ചെന്നിരിക്കുന്ന ശാലിനി ആണെങ്കിൽ ചെന്നിരുന്നിട്ടും ശാലിനിക്ക് ചെറിയൊരു പിണക്കം പോലെയുണ്ട്. വിഷ്ണു ഇങ്ങനെ ഡ്രൈവറായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഓർമ്മിച്ചിട്ട് അനുപല്ലവിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം അനു പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. അന്നേരം മാഡം വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മുമ്പിൽ നിന്ന് അനുപല്ലവി പെട്ടെന്ന് ഫോണും കൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ആകപ്പാടെ സന്തോഷത്തിലാണ്. ഇനി ഇവിടെ എന്ത് നടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെയൊക്കെ ചുറ്റും കറങ്ങി നിൽക്കുകയാണ്. ഇതേസമയം അവിടെ ശാലിനിയുടെ ക്യാബിനിലേക്ക് ജോൺ അബ്രഹാം ആണെങ്കിൽ ഒരു എഞ്ചിനീയർ ബിൽഡിംഗ് കോൺട്രാക്ടർ എന്തോ ഒരാളിനെയും കൂട്ടി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒരു തീരദേശത്ത് എന്തോ ഒരു ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ആ ഒരു അനുമതി ശാലിനി കൊടുക്കാത്തതിനെ കുറിച്ച് അവർ സംസാരിക്കാനാണ് ജോൺ അബ്രഹാം വരുന്നത്. അന്നേരം ഇവർ പറയുന്നതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്, മാഡം ഇങ്ങനെ ഒബ്ജക്ഷനായിട്ട് നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല, തീരദേശ പരിപാലനത്തെ എതിർത്തുകൊണ്ട് ആ ഒരു ബിൽഡിംഗ് അവിടെ പണിതാൽ അത് പൊളിച്ചു കളയാനുള്ള കോടതി അതിൽ ഇടപെടും, പൊളിച്ചു കളയാനുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടി വരും, എനിക്ക് അതിനെ കൊണ്ട് പറ്റില്ല, സാങ്ഷൻ തരില്ല എന്നിങ്ങനെ ശാലിനി കർശനമായിട്ട് പറയുമ്പോൾ ജോൺ അബ്രഹാം ഒരുപാട് പറയുന്നുണ്ട്. അന്നേരം ഭരിക്കുന്നതിൽ ഗ്രൂപ്പൊക്കെ ഉള്ളതാണ് ഇവരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ അവർ ഭരിക്കുന്ന പാർട്ടിയല്ല എനിക്ക് ഈ കസേര തന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെയാണെങ്കിൽ ഈ കസേരയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും, പക്ഷെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാനൊന്നും സാധിക്കില്ലല്ലോ, അതുകൊണ്ട് വേറൊന്നും പറയാനില്ലെങ്കിൽ ജോണിന് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അയാളാണെങ്കിൽ ഫയലും പിടിച്ച് നോക്കി നിൽക്കുന്നേ ഉള്ളൂ. വീണ്ടും ജോൺ ഇങ്ങനെ പറയാൻ വരുമ്പോൾ ഐ സേ ഗെറ്റ് ഔട്ട് എന്നിങ്ങനെ ആ മേശപ്പുറത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് ശാലിനി അങ്ങ് ദേഷ്യപ്പെട്ട് അലറുകയാണ്. അന്നേരം പോകാം എന്നിങ്ങനെ ജോണും ദേഷ്യപ്പെട്ട് അയാളോട് പറയുന്നുണ്ട്. അയാളെയും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ജോൺ അബ്രഹാം ഇറങ്ങുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വിഷ്ണു തൻ്റെ കീഴിൽ ഡ്രൈവറായിട്ട് വന്നതിലും ശാലിനിക്ക് ചെറിയൊരു വിഷമം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഇതിലും കൂടെ ആ ദേഷ്യമായിട്ട് വരുന്നത്. പക്ഷെ അതൊക്കെ വിഷ്ണു പരിഹരിക്കുമായിരിക്കും, എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.